നമസ്കാരം, പ്രൈം ഇന്ത്യ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രശസ്തനായ, അങ്ങനെ തന്നെ പറയാം, വൈറൽ താരമായ സന്തോഷ് വർക്കിയാണ്. എന്നാലും നമ്മളുടെ പ്രിയപ്പെട്ട ആറാട്ടണ്ണൻ. നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ ഇങ്ങനെ ചോദിക്കുന്നു എന്നുള്ളത് ചിന്തിക്കരുത്. കാരണം ആറാട്ടണ്ണന്റെ ഒരുപാട് ഇന്റർവ്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതൊക്കെ പലരും പല ഇന്റർവ്യൂവിൽ കോമാളിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് താങ്കളിൽ കണ്ടെത്താൻ കഴിഞ്ഞ ചില വിഷയങ്ങൾ അങ്ങയുടെ വിദ്യാഭ്യാസ യോഗ്യതയാണ്. ഇത്രയും വിദ്യാഭ്യാസം ശരിക്ക് മറ്റു ജനങ്ങൾക്ക് പലർക്കും അറിയില്ല താങ്കൾക്ക് എന്തോരം വിദ്യാഭ്യാസമുണ്ട്. പലരും മണ്ടനായിട്ടും പൊട്ടനായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്നതായിട്ട് കാണേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും പല സ്ഥലങ്ങളിൽ അതുപോലെ നിൽക്കുന്നതായിട്ട് കാണേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ശരിക്ക് ഈ സന്തോഷ് വർക്കിയുടെ ഈ വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് പറയാമോ? ഞാൻ ബേസിക്കലി എഞ്ചിനീയർ ആണ്. അതേ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തു. ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെറ്റ് JRF ഗേറ്റിൽ കിട്ടിയതാണ് വൈസ് ചാൻസലർ. JRF ഇന്ത്യയിലെ 1% കിട്ടാറുള്ളൂ. പിന്നെ ഞാൻ ചെറുപ്പത്തിലെ മാത്സിൽ പാട് ചെയ്യാൻ 2 മണിക്കൂർ കണക്ക് പരീക്ഷ 6 മണിക്കൂർ ചെയ്യാൻ എനിക്ക് എഞ്ചിനീയറിംഗ് നല്ല എൻട്രൻസ് റാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ മെറിറ്റിലാണ് കിട്ടിയത്. എന്റെ ഫാമിലി ഒരു അക്കാഡമിക് ഫാമിലിയാണ്. എന്റെ ഫാദർ ഒരു എഞ്ചിനീയർ ആയിരുന്നു, പ്ലാൻ മാനേജർ ആയിരുന്നു. മെച്ചുപോയി. മദർ ഒരു സൈക്കോളജിയിലെ MA പാസ്സായതാണ്. മൂത്ത സിസ്റ്റർ US ഡോക്ടറാണ്. പുള്ളിക്കാരുടെ ഹസ്ബൻഡ് അമേരിക്കയിലെ സയന്റിസ്റ്റ് ആണ്. അവരുടെ മകള് മെഡിസിൻ പഠിക്കുന്നു. രണ്ടാമത്തെ ആള് ബാംഗ്ലൂർ മൈക്രോസോഫ്റ്റ് ജോലി ചെയ്യുന്നു. അവരുടെ ഹസ്ബൻഡ് ഒരു MNCയിലെ വൈസ് പ്രസിഡന്റ് ആണ്. അവരുടെ മോൻ ഡൽഹി ആയിട്ട് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു. അക്കാഡമിക് ഫാമിലിയാണ്. ഞാൻ മാത്രമാണ് ജോലിക്കൊന്നും ഞാൻ സ്റ്റാർട്ടപ്പ് നടത്തിയാണ്. പിന്നെ കുറെ ബുക്കുകൾ എഴുതിയാണ്. അപ്പോഴാണ് എനിക്ക് മാസ്റ്റേഴ്സിലേക്ക് ചാൻസ് കിട്ടിയത്. ധാരാളം ബുക്സ് വായിക്കാറുണ്ട് അല്ലേ? ബുക്ക് വായിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്, പുതിയ ആശയങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചിന്തിക്കാറുണ്ടെന്ന് പറയുമ്പോ ചില സമയത്ത് താങ്കളുടെ വീഡിയോസ് കാണുമ്പോ ചിന്തിക്കാതെ ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. അത് കുഴപ്പമാണ്. ഞാൻ ഈ വൈറലായ സമയത്താണ് എന്റെ ഫാദർ അസുഖം മരിച്ചുപോയി. അപ്പൊ ഞാൻ വളരെ ഇമോഷണലായി. അപ്പൊ അതുകൊണ്ട് കുറച്ച് ലോജിക്കൽ അല്ലാതെ റാഷണൽ അല്ലാതെ കുറച്ച് ഇമോഷണൽ ആയിട്ട് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ആ സാഹചര്യം അങ്ങനെയാണ്. ഇല്ല, ഇപ്പൊ ആറാട്ടണ്ണന്റെ പല വീഡിയോസിലും കാണുന്നുണ്ട്, ഞാൻ മഞ്ജു വാര്യർക്ക് ഒരു ജീവിതം നൽകാം, നവ്യ നായർക്ക് ഒരു ജീവിതം നൽകാം, റീച്ചിന് വേണ്ടി വെറുതെ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നാളെ ഒരു ഫ്ലവർ സ്റ്റീൽ ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് കോമാളിത്രം, പെരേരക്കാർ വിറ്റു, എനിക്കത് പറ്റില്ല. അതുകൊണ്ടാണ് വേറെ കാര്യം കയറി പിടിച്ചത്. ശരി. അല്ല, ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം അതിന്റെ കുറച്ചു ദിവസത്തിന് മുന്നേ രേണു സുധീനെ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദി ഇട്ട് കൊടുത്തപ്പോ രേണു സുധി അതിൽ കയറി പിടിച്ചു. അത് കഴിഞ്ഞിട്ട് അത് പക്ഷെ നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൗഹൃദമില്ലേ രേണുവായിട്ട്? അറിയാവുന്നതാണ്. ഇപ്പൊ ഈ എന്താ അമൃത സുരേഷിന്റെ ലൈഫ് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ അവർക്ക് ആറാട്ടണ്ണൻ എപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്? നമുക്ക് കാണാൻ ഗേൾഫ്രണ്ട് മതി. അത് കല്യാണം കഴിച്ച് ഡിവോഴ്സ് ഒക്കെ ചെയ്യുന്ന കുത്തെല്ലാം പോകും. ഈ ഡിവോഴ്സ് ആകുമെന്ന് ചിന്തിച്ചിട്ട് കല്യാണം കഴിക്കുന്നത് ഡിവോഴ്സ് വളരെ വ്യാപകമാണ്. അത് എന്തുകൊണ്ടാണ് ഡിവോഴ്സ് വ്യാപകമാകുന്നതെന്ന്? ഡിവോഴ്സ് കുറേ ഫെമിനിസം. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങള് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്, അവര് സാമ്പത്തികമായിട്ട് ഇൻഡിപെൻഡന്റ് ആണ്, അവർക്ക് ജോലിയുണ്ട്. പിന്നെ അവർ ആരും പറഞ്ഞു കേൾക്കില്ല. ആണെങ്കിൽ പറയണോ അവർക്ക് ആവശ്യമില്ല. അതല്ല, ശരിക്കും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ദാമ്പത്യ ജീവിതം തകർന്നു പോകുന്നത് പറയുന്ന ഒരു തെറ്റായതല്ലേ? കാരണം പുരുഷ മേധാവിത്യം നിന്ന കാലത്ത് സ്ത്രീകൾക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് എന്തും ആരുമില്ലായിരുന്നു. പിന്നെ നമ്മള് പണ്ട് പുരുഷന്മാരാണെങ്കിൽ പെണ്ണുങ്ങളെ ഒരുപാട് ഇൽട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് പെണ്ണുങ്ങൾക്ക് വളരെ നിയമം അനുകൂലമാണ്. പണ്ട് ആണെന്ന് മുതലെടുത്തു, അവർക്ക് ഇപ്പൊ പെണ്ണുങ്ങൾ ചെറുതായിട്ട് എടുക്കുന്നു. അപ്പൊ ഇവർക്ക് എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ ജോലി കിട്ടും. ജോലി കിട്ടുമ്പോൾ പേരൻസ് ഒന്നും കേൾക്കില്ല. അപ്പൊ അവർക്ക് പ്രതികരണ ശേഷി സ്ത്രീകൾക്ക് കൂടി എന്ന് പറയുന്നത് ആവശ്യമില്ല. അവർ ഇൻഡിപെൻഡന്റ് ആണ്, അവർക്ക് എന്താ ആവശ്യമില്ല. ഒരാള് നമ്മളെ ചിലപ്പോ അവർക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടാവും. അതിന് അവർക്ക് പിന്നെ പിള്ളേരുണ്ടാവും തോന്നുമ്പോ അഡോപ്റ്റ് ചെയ്യും. ഒരിക്കലും ആറാട്ടണ്ണന്റെ കല്യാണം പ്രതീക്ഷിക്കേണ്ട താല്പര്യമില്ലാത്തതുകൊണ്ട് ഗേൾ ഫ്രണ്ട് അങ്ങനെയൊക്കെയാണ് കുഴപ്പമില്ല. ഓ, നമ്മുടെ ആറാട്ടണ്ണന് കല്യാണം ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ മതി എന്നാ പറയുന്നത്. നല്ല ഏതെങ്കിലും ഒരു സ്ത്രീ, നല്ല ഏതെങ്കിലും പെൺകുട്ടി സങ്കല്പം ഉണ്ടോ? ഇന്ന സ്ത്രീ സങ്കല്പം ആറാട്ടണ്ണന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് വരുന്ന ആൾ ഇങ്ങനെ ഇരിക്കണം. സൗന്ദര്യം വേണം. കാരണം എനിക്ക് സൗന്ദര്യം ഇല്ല, അതുകൊണ്ട് സൗന്ദര്യമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗന്ദര്യമുള്ള ആളാണ്. കുറച്ച് സൗന്ദര്യമുള്ള ആളാണ്.
പക്ഷേ ഈ ഇത്രയും എഡ്യൂക്കേഷൻ ഉള്ള ഒരു വ്യക്തി, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു ജോബിന് പകരം ഇപ്പൊ ഇപ്പൊ ഞാൻ സ്കോളർഷിപ്പ് എനിക്ക് ഡോക്ടറേറ്റ് ചെയ്യുമ്പോ സ്കോളർഷിപ്പ് ഇട്ടുകൊണ്ട് വേറെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ്. പിന്നെ അതല്ല, ഈ റിവ്യൂ ഉണ്ടല്ലോ, ഫിലിം റിവ്യൂ ഒക്കെ, ഈ ഫിലിം റിവ്യൂയിലേക്ക് വരാനുണ്ടായിരുന്നത് ഇൻസ്പിറേഷൻ വെറുതെ ജസ്റ്റ് ഇങ്ങനെ വന്നതാണ്? അറിയാതെ ആയതാണ്.